ഹായ് ഓൾ, ഇറ്റ്സ് മീ മക്കുമക്കി. അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സൂര്യയുടെ കങ്കുവ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫാൻ ഷോ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പോയി സിനിമ കണ്ടു. ഓവറോൾ എനിക്കൊരു സിനിമ ഒരു ആവറേജ് ഫീലാണ് തന്നിട്ടുള്ളത്. ശിവ ഇതിന് മുന്നേ അദ്ദേഹം പല സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു അണ്ണാത്തെ, രജനീകാന്തിൻ്റെ അണ്ണാത്തെ, സിരുത്തൈ ശിവ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. നമ്മളെ കാർത്തിയുടെ സിരുത്തൈ ഒക്കെ ചെയ്ത് അവരാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഹൈപ്പോട് കൂടി വന്ന ഒരു സിനിമയാണ് കങ്കുവ. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ജ്ഞാനവേൽ രാജ, വി വംശി കൃഷ്ണ റെഡ്ഡി, പ്രമോദ് ഉപ്പളപതി. ഈ 3 പേര് ചെയ്താണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 350 കോടിയോളം ചിലവ് ഈ സിനിമയ്ക്കുണ്ട്. കങ്കുവ അത്രയും ഒരു ബിഗ് ബഡ്ജറ്റിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഈ സിനിമ ആദ്യം ഉപേക്ഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു 2021 കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്തുണ്ട്, പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയോ ആയിട്ട് ഇത്ര ബഡ്ജറ്റ് വരുന്നെന്നുള്ളത് ഉപേക്ഷിച്ചതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജ്ഞാനവേൽ. അപ്പോൾ പിന്നീട് അത് 2022 ശേഷം തുടങ്ങിയതാണ് ഈ സിനിമ. കാരണം അത്രയും ഹൈപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത്രയും നല്ല എന്താ പറയുക, ആ ഒരു സീനുകൾ, ബേബി ഡിയോളിൻ്റെ ഫോട്ടോ, സൂര്യയുടെ ഫോട്ടോ ആകെ വൈറലായി നല്ല ഹൈപ്പിൽ വന്ന ഒരു സിനിമയാണ് കങ്കുവ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. കാരണം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ആകുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രതീക്ഷിക്കും. പക്ഷേ എന്ന് കൂടി ഇരുന്നാലും നമുക്ക് ആ സിനിമ കാണുമ്പോൾ അടിപൊളി അല്ലെങ്കിൽ വാവ് എന്ന ആ സാധനം വരണമല്ലോ, അതിൽ വന്നിട്ടില്ല. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് നായികയായിട്ട് ഹീറോയിനായിട്ട് വന്നിട്ടുള്ളത് ദിശ പട്ടാണിയാണ്. എന്തിനാണ് വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം കാര്യപ്പെട്ട റോളുകളോ കാര്യപ്പെട്ടതൊന്നോ ഇത് വന്നിട്ടില്ല. ഒരു ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ഹീറോയിൻ്റെ ദിശ പട്ടാണി അവതരിപ്പിച്ച കഥാപാത്രം. അതുപോലെ തന്നെ ബേബി ഡിയോൾ, ഞാൻ അനിമലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു റോള്, കാരണം അതിന് മുന്നേ ഒരു വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും നല്ല ഒരു പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. കാരണം അത് നല്ല സീക്വൻസുകൾ, നല്ല ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ കരുതി. പക്ഷേ കാര്യപ്പെട്ടതായിട്ടുള്ളൊരു കാര്യങ്ങൾ അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് അതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിഷാദ് യൂസഫ് എന്ന ആളാണ് ഇതിൻ്റെ എഡിറ്റിങ് വരുന്നത് കേട്ടോ. നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3D, ഞാനിതിൻ്റെ മുന്നേ ഏറെമ്പോൾ കണ്ടപ്പോഴേക്ക് 3D ഒക്കെ അത്രയും ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കങ്കുവ എന്ന ഈ സിനിമ പിന്നെ 3Dയിൽ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ സീക്വൻസുകളും ഓരോ സീനുകളിലെയൊക്കെ നല്ല രീതിയിൽ 3D എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ രാത്രികളിലെ ഫൈറ്റാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഈ 3D പടങ്ങൾക്ക് വരിക. പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്നത് ദേവിശ്രീ പ്രസാദ്, DSP എന്നറിയപ്പെടുന്ന ദേവിശ്രീ പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഒരു അരാജകമായിട്ട് തോന്നിട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഒക്കെ പൊതുവേ. പിന്നെ അതുപോലെ തന്നെ അതിൽ ആ പാട്ടുകളും കാര്യപ്പെട്ട ഒരു പാട്ട് എന്ന രീതിയിൽ ഇതാക്കാൻ പറ്റിയ എല്ലാവർക്കും ലൈക്കാക്കാൻ പറ്റിയ ഒരു പാട്ട് അതിൽ കണ്ടിട്ടില്ല. പിന്നെ ആ ഓരോ BGMൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു അരാജകത്തായി തോന്നിയ ചിലപ്പോൾ സൂര്യ ഫാൻസിന് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഒരു അലറലുണ്ടല്ലോ, പല പടങ്ങളിൽ സൂര്യ നമ്മൾ കാണുന്നതാണ് ഒരു അലറൽ. ആ അലറൽ അതിൽ വലിയൊരു അരാജകത്തായി തോന്നി. പല സീനുകളിൽ ആ ഒരു സംഗതി ഉണ്ട്. പിന്നെ ആക്ടിങ് ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യ നല്ല രീതിയിൽ മെനക്കെട്ട ഒരു സിനിമയാണ് കങ്കുവ. പിന്നെ ഇതിൽ കാമിയോ റോളിലൊക്കെ ഒരാൾ വരുന്നുണ്ട്, അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ് കേട്ടോ കങ്കുവ. അപ്പോൾ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിന് മുന്നേ ഈ ശിവ എന്ന ഡയറക്ടർ പല പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് തന്നെ കേട്ടോ, ആ ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്കാണ് അദ്ദേഹം പടം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് പൊതുവെ സ്റ്റണ്ട് ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ
പിന്നെ സോങ്ങുകളായിക്കോട്ടെ എല്ലാവർക്കും ഒരു പറ്റുന്ന രീതിയിലായിരിക്കും പൊതുവെ ഉണ്ടാവുക. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ മഗധീര, ആ ഒരു സിനിമയുമായി കണക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ആ ഒരു പഴയ കാലഘട്ടം, അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിലെ അത് നമുക്ക് ഏകദേശം ട്രെയിലറിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതിൽ എനിക്കൊരു വാവ് ഫാക്ടർ എന്നൊക്കെ പറയില്ല നമ്മൾ ഈ സിനിമയിൽ, ആ ഒരു സംഗതി ഒറ്റ സീനിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആ ഒരു കുറച്ച് 2-3 കിടിലം പറയാൻ ഒരു ഒറ്റ ഫൈറ്റ് മാത്രമാണ് അതിലുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഫൈറ്റ് സീക്വൻസ് എല്ലാം ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പാളിച്ചകളുള്ള പോലെ. കാരണം ആക്ഷൻ സീക്വൻസുകളൊക്കെ എന്താ പറയുക, ഒരു കണ്ടുമടുത്ത ആക്ഷനുകളാണ്. നമ്മൾ പല മാസ് അടിപ്പടങ്ങളിലൊക്കെ കണ്ടുമടുത്ത ആക്ഷൻ സീക്വൻസുകളാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ കുറേ പേര് എന്താ പറയുക, കുറേ പേര് എനിക്ക് തോന്നുന്നു ചില ആദ്യ പകുതിയിലൊക്കെ കുറേ പേര് ഈ സിനിമ കണ്ടപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. പിന്നെ ഫാൻസ് നമ്മൾ ഈ സൂര്യയെ കാണുമ്പോൾ കൈയടിക്കുക എന്നല്ലാതെ പൊതുവെ വേറൊരു സീക്വൻസുകളിലോ ആക്ഷനുകളിലോ ഒന്നും കൈയടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ ഈ കങ്കുവ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ട് ഉള്ളത്, പലർക്കും പല അഭിപ്രായം ആയിരിക്കാം. പിന്നെ അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് ഈ സിനിമ കാണാം.